വളരെ പ്രാധാന്യതയുള്ള ഒരു വിഷയത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 21-ാമത്തെ വചനഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ തിരുവായ്മൊഴിഞ്ഞു പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക്, ഒരു വസ്തുതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഒരു സംഭവത്തോടുള്ള ബന്ധത്തിലാണ് യേശു കർത്താവ് ഈ ഒരു വചനത്തെ വെളിപ്പെടുത്തുന്നത്. ഒരു പിതാവ് തൻ്റെ മകനെ പ്രാർത്ഥിക്കുവാനായി ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൻ്റെ മുൻപിലാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് വളരെ പ്രൈവറ്റായി, രഹസ്യമായി ഒരു വലിയ ആത്മീയ സത്യത്തെ വിളംബരം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത്. യേശു പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങ എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. യേശു ഇവിടെ പറയുന്നത് എനിക്കൊന്നും അസാധ്യമാകുകയില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ചില പദങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഞാനതൊന്ന് ചേർത്ത് വായിക്കുകയാണ്. ബൈബിൾ തുറന്ന് ശ്രദ്ധിക്കുന്നവർക്ക് അത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. ഈ വചനത്തിനകത്ത്, ഈ വാക്യത്തിനകത്ത് ഈ 4 പദങ്ങളും ഉണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ അതിപ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച നമ്മുടെ കർത്താവാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ പ്രാർത്ഥനയുടെ ആഴങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ജീവിതത്തിലൂടെ തെളിവായി കാണിച്ചു തന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ പകരം വയ്ക്കുവാൻ പലതുമുണ്ട്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കുവാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയുടെ ആഴങ്ങൾ പഠിപ്പിച്ചവനായ കർത്താവ്, പ്രാർത്ഥനയുടെ ആഴങ്ങൾ ഈ ഭൂമിയിൽ വന്ന് ജീവിതം കൊണ്ട് നമ്മെ അറിയിച്ചവനായ കർത്താവ് വാസ്തവത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമില്ലാത്തവനായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശുവിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ പ്രാർത്ഥന ആവശ്യമില്ലാത്ത കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കർത്താവ് സകലത്തിലും നമുക്ക് മാതൃക കാണിച്ചവനാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നമ്മളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ എബ്രായർ 12:1 എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും നാം ശ്രദ്ധിക്കുമ്പോൾ 2 പദങ്ങൾ നമുക്ക് അവിടെ കാണാം. ഒന്ന്, യേശുവിനെ നോക്കുക.
രണ്ടാമതായി യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ഇന്ന് ഈ ഓൺലൈൻ സർവീസിലൂടെ ഞങ്ങളെ കാണുന്ന, കേൾക്കുന്ന, ഈ ആനുവൽ കൺവെൻഷനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ നോക്കിയാൽ, യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിച്ച് ശ്രദ്ധയോടെ നോക്കിയാൽ നിങ്ങൾക്ക് യേശുവിൽ കാണുവാൻ കഴിയുന്ന ആഴമേറിയ ഒരു സത്യമാണ് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് വിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശു കർത്താവ് പ്രാർത്ഥനാ നിരതനായിരുന്നു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണം. നമുക്കൊരു കാര്യം അറിയാം, മാത്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മാത്സ് പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ലാംഗ്വേജ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ആ ലാംഗ്വേജ് പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിഷയം അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിഷയത്തെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുവാൻ കഴിയുകയുള്ളൂ. ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്നാണ്. കാരണം അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ അവർ കണ്ടതും അവർ ഏറ്റവും കൂടുതൽ തവണ ശ്രദ്ധിച്ചിട്ടുള്ളതും യേശു കർത്താവിൻ്റെ പ്രാർത്ഥന ജീവിതമാണ്. ഈ സന്ദേശം ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ക്രിസ്തുവിനോടുകൂടെ അനുരൂപപ്പെടുവാനായി പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നാം അവനെ സകലത്തിലും മാതൃകയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. നമ്മൾ പാടാറുണ്ട്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാനെന്ന്. യേശുവിനെ നിങ്ങൾ നോക്കിയാൽ, യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രാർത്ഥനാ മനുഷ്യനായ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കടന്നു വന്ന് പ്രാർത്ഥന എന്നുള്ളതിൻ്റെ പ്രാധാന്യത വ്യക്തമാക്കിയ ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ്. ശിഷ്യന്മാർ അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായി അവിടുന്ന് പഠിപ്പിക്കണമേ. പലപ്പോഴും യേശുവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോഴും പുരുഷാരം ആവശ്യപ്പെട്ടപ്പോഴും പലതിനും യേശു മറുപടി കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യം പോലും ആ സമയത്ത് യേശു മറുപടി പറയാതെ പിന്നത്തേതിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ വേറിട്ട് കൊണ്ടുപോയി വളരെ രഹസ്യമായിട്ട് അവരോട് പറഞ്ഞതാണ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി സത്യമായിട്ട് നീങ്ങിപ്പോകുകയില്ല എന്ന്. പക്ഷെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ട ആ നിമിഷം തന്നെ യേശു കർത്താവ് ഒരു പ്രാർത്ഥനയുടെ മോഡൽ, ദ മോഡൽ ഓഫ് പ്രെയർ, യേശു കർത്താവ് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. കാരണം പ്രാർത്ഥന എന്ന വിഷയം നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതല്ല. പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞ് ആരംഭിക്കേണ്ടതല്ല. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെവിടെങ്കിലും വീക്കായിരിക്കുന്നെങ്കിൽ, എവിടെങ്കിലും ശോഷിച്ചിരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ ആരംഭിക്കേണ്ടതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം. അതുകൊണ്ട് അതിന് നമുക്ക് മാതൃകയായി തീർന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. കാരണം യേശു പരിചയിക്കാത്തതൊന്നും യേശു പഠിപ്പിച്ചില്ല, യേശു പ്രവർത്തിക്കാത്തതൊന്നും യേശു വ്യക്തമാക്കിയില്ല. നമ്മളുടെയൊക്കെ ഇടയിൽ പലപ്പോഴും പല കാര്യങ്ങളും പരിചയിക്കാത്തവർ, അനുഭവങ്ങളില്ലാത്തവർ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അനുഭവമുള്ളവർ പങ്കുവെക്കേണ്ടതാണ് അനുഭവ സാക്ഷ്യങ്ങൾ. യേശു കർത്താവിൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. മർക്കോസ് വിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആ വാക്കുകൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു. പ്രാർത്ഥിക്കാനായി യേശു എഴുന്നേറ്റു. പലരും പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കുന്നുണ്ട്, എന്നാൽ പിന്നീട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വീണ്ടും ക്ഷീണത്തിലേക്ക് പോകുന്നവരുമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി പുറപ്പെട്ട യേശുവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ
ദൈവത്തോട് ആ വ്യക്തി ബന്ധപ്പെടുന്നില്ലെങ്കിൽ, ദൈവത്തോട് സംസാരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തോട് തന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പങ്കുവെക്കുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം താൻ ഏതോ ഒരു നിഗളത്തിൽപ്പെട്ടിരിക്കുന്നു, ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു. കാരണം താൻ ദൈവത്തെ ആശ്രയിക്കുവാനായി ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. യഹോവ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. നമ്മളിപ്പോൾ വായിച്ച ഈ വേദഭാഗത്തിന്റെ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കാനായി പുറപ്പെടുന്ന സമയത്ത് ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. 37-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിരാവിലെ പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി പുറപ്പെട്ട് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ യേശു കർത്താവിനോട് ശിഷ്യന്മാർ വന്നു പറയുകയാണ്, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സന്ദേശം അറിഞ്ഞിരിക്കുന്നു ദൈവജനമേ. ദൈവത്തെ അന്വേഷിക്കുന്നവനെ ജനം അന്വേഷിക്കുന്നു. ദൈവത്തെ അനുഗമിക്കുന്നവനെ ജനം അനുഗമിക്കുന്നു. യേശുവിനെ മാതൃകയാക്കുന്നവനെ ജനം മാതൃകയാക്കുന്നു. ഒന്നും കൂടെ ഇന്ന് രാത്രിയിൽ അതിന് ആമീൻ പറയുന്നവരോട് പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ ജനം അന്വേഷിക്കുന്നു. ദൈവത്തെ അനുഗമിക്കുന്ന ഒരു കൂട്ടത്തെ ജനം അനുഗമിക്കാൻ ഇഷ്ടപ്പെടുന്നു. യേശുവിനെ മാതൃകയാക്കുന്ന ഒരുവനെ ജനം മാതൃകയാക്കുന്നു. അതെ, പ്രാർത്ഥന എന്ന വിഷയത്തിൽ യേശുവിനൊപ്പം പറയാൻ ഒരു ബുക്കുകളും ഇവിടെ വാങ്ങിക്കാൻ ലഭിക്കില്ല. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും യേശുവിനോളം കഴിയുന്ന ആരുമില്ല. അവൻ പ്രാർത്ഥനാ ജീവിതം എന്തെന്ന് ഇവിടെ വ്യക്തമാക്കി. എവിടെയെല്ലാം ഞാൻ ആ ഭാഗത്തിലേക്ക് വരികയാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഒരു ടൈറ്റിൽ നിങ്ങൾ എഴുതിക്കൊള്ളുക, യേശു പ്രാർത്ഥനയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ജീവിതത്തിലെ എല്ലാ ആരംഭങ്ങളും പ്രാർത്ഥനയോടുകൂടെ ആണെങ്കിൽ അതിൻ്റെ അവസാനം ഏറ്റവും മനോഹരമായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നതൊന്നും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന കേൾക്കുന്നവൻ അതിന് അനുവദിക്കില്ല. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്ന പലതിലും പ്രതിസന്ധികൾ വന്നേക്കാം, നിന്ദകൾ വന്നേക്കാം, കഷ്ടതകൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം, ദുഷികൾ വന്നേക്കാം, കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ വന്നേക്കാം, എറിയും കല്ലുകളും ഒക്കെ വന്നേക്കാം, ക്രൂശ് വെളിപ്പെട്ടേക്കാം, കല്ലറ വെളിപ്പെട്ടേക്കാം. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പലതിലും പല പ്രതികൂലങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ പ്രാർത്ഥനയോടെ ആരംഭിച്ചവനെ കല്ലറകൾ കൊതുക്കുവാൻ കഴിയുകയില്ല എന്ന് ഈ ഭൂമിയിൽ ദൈവപുത്രൻ വ്യക്തമാക്കി. യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ച ആ ഭാഗം ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ആരുടെ മുമ്പിലാണ് ഒരു ഓപ്പൺ ഹെവൻ, തുറക്കപ്പെട്ട സ്വർഗം എവിടെയാണ് വെളിപ്പെടുന്നത്? തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലാണ് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലാണ് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. എപ്പോഴാണ് സ്വർഗം പുത്രന്റെ മുമ്പിൽ തുറന്നത്? പാട്ട് പാടിയപ്പോഴല്ല, പ്രസംഗം നടത്തിയപ്പോഴല്ല, മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ ഏർപ്പെട്ടപ്പോഴല്ല. തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, അവൻ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി, വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഈ തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ മുകളിൽ തുറക്കപ്പെട്ടൊരു സ്വർഗമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടൊരു സ്വർഗമുണ്ട്, മറുപടി തരുന്നൊരു സ്വർഗമുണ്ട് എന്ന സത്യത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുക. അവിടെ എഴുതിയിരിക്കുകയാണ്, ആ സമയത്ത് 22-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ഒന്നാമതായി സ്വർഗം തുറക്കപ്പെട്ടത് പ്രാർത്ഥനയിൽ. രണ്ടാമതായി പരിശുദ്ധാത്മാവ് യേശു കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നത് ആ പ്രാർത്ഥനയിലാണ്. ഇന്നും ദൈവത്തിന്റെ ആത്മാവ് ആരുടെ മേൽ കടന്നു വരുന്നു? പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥന മനുഷ്യന്റെ മേളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ഈ സന്ദേശം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ, ഇങ്ങനെ ഒരു അവസരം ദൈവം സഭകൾക്കും മനുഷ്യർക്കും ഒരുക്കി വെച്ചിരിക്കുന്നു തന്നെ. ദിസ് ഈസ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ, ദിസ് ഈസ് ദ ടൈം ഓഫ് റെസ്റ്റോറേഷൻ, ദിസ് ഈസ് ദ ടൈം ഓഫ് ഹല്ലേലൂയ, ഗ്ലോറിഫിക്കേഷൻ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ആ പ്രിപ്പറേഷന്റെ, റിസ്റ്റോറേഷന്റെ, പ്യൂരിഫിക്കേഷന്റെ ഒരു സമയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് സഭകളെ പ്യൂരിഫൈ ചെയ്യുന്നു. കർത്താവ് ദൈവത്തിന്റെ ദാസന്മാരെ വിശുദ്ധീകരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തെ, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യുകയാണ്. മനുഷ്യനുമായിട്ട് അകലം പാലിച്ചുകൊണ്ട്, തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് അടുപ്പം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നതായ ഈ അവസരത്തിനായി സ്തോത്രം. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവ സഭകളെയും തന്റെ ദാസന്മാരെയും ഒക്കെ റിസ്റ്റോർ ചെയ്യുവാൻ, ദൈവം തന്റെ ജനത്തെ പ്രിപ്പയർ ചെയ്യുവാൻ, പ്യൂരിഫൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ ഈ സാഹചര്യത്തിൽ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാത്തവർക്ക് പിന്നീട് ഒരു അവസരം ഇതുപോലെ ലഭിച്ചു എന്ന് വരികയില്ല. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ആമോസിന്റെ പ്രവാചകൻ പുസ്തകത്തിൽ ആമോസ് പറയുകയാണ്, നിങ്ങളുടെ ദേശത്തിലൊക്കെയും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും പല്ലിന് വെടിപ്പുണ്ടായിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കർത്താവിനെ സ്വീകരിക്കുവാൻ, അവന്റെ വരവിനായി ഒരുക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനമേ, അപ്പത്തിന്റെ കുറവ് വെളിപ്പെടുന്നത്, വെള്ളത്തിന്റെ ക്ഷാമം വെളിപ്പെടുന്നത്, പല്ലിന്റെ വെടിപ്പ് വെളിപ്പെടുന്നത്, പലതിനകത്തും കുറവുകൾ ഉണ്ടാകുന്നത്, തന്റെ ജനത്തെ മണവാളനായ ക്രിസ്തു തന്റെ വരവിനായി ഒരുക്കുന്ന, പ്രിപ്പയർ ചെയ്യുന്ന, സഭയെ പ്യൂരിഫൈ ചെയ്യുന്ന, തന്റെ ജനത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തെയും വിശുദ്ധ ജീവിതത്തെയും ദൈവത്തോടുള്ള ബന്ധത്തെയും റിസ്റ്റോർ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ആ 5 കന്യകമാരെ പോലെ, കൈവിടപ്പെട്ടു പോയ 5 കന്യകമാരെ പോലെ ഒരു പക്ഷേ ദുഃഖിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയട്ടെ, തുറക്കപ്പെട്ട സ്വർഗം പ്രാർത്ഥിച്ച പുത്രന്റെ മുമ്പിൽ വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച പുത്രന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഒരുമനപ്പെട്ട് ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, ആ ഒരുമനപ്പെട്ട് ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന അപ്പോസ്തലന്മാർ അവർ ദൈവത്തോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. അവരുടെ കാതിൽ കേട്ട വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവർ ദൈവത്തോട് പ്രാർത്ഥനയിൽ ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. അവരോരോരുത്തർ അന്യഭാഷകളിൽ സംസാരിക്കുവാനായി തുടങ്ങി. അതെ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. 3-ാമതായി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി എന്നവിടെ എഴുതിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മറുപടി പറയുന്നു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനോട് നാം മറുപടി പറയുവാനുള്ളവരല്ല. ഈ ലോകത്തിലെ ആരോട് മറുപടി പറയുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. ദൈവത്തിന്റെ പൈതലെ, എല്ലാ കാലത്തും ഒരു ഭക്തന് വേണ്ടി, ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി, ഒരു ദൈവത്തിന്റെ ദാസന് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി മറുപടി പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ സന്ദേശം ഇന്ന് രാത്രി കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഈ തിരുവെഴുത്തിൽ നിന്ന് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചത്, നിങ്ങൾ പ്രാർത്ഥിച്ചത്, നിങ്ങൾ ദൈവത്തിനോട് അപേക്ഷിച്ചത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചത്, ഇതൊന്നും എങ്ങും കെട്ടിക്കിടക്കുകയല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം മതിയായവനെന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളെ ഉയർത്തി ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നോക്കാം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് 23-ാമത്തെ വാക്യത്തിൽ യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പോൾ യേശു കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് യേശു എന്താണ് ചെയ്തത്? ബൈബിൾ പറയുന്നു, യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മുൻപിൽ സ്വർഗം തുറന്നു. പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രാർത്ഥിച്ച കർത്താവിന് വേണ്ടി പരിഹാസികളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അതിനൊക്കെയും മറുപടി പറഞ്ഞു. ഇനി മറ്റൊരു ഭാഗം ഞാൻ കാണിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 54, 55, 56 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിമസഭയിൽ അതിശക്തമേറിയ പീഡനങ്ങൾ വെളിപ്പെട്ട സമയത്ത് സ്തെഫാനോസ് സ്തോത്രം, അവൻ കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അസിംഹവാതിൽക്കൽ വെച്ച് കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, തൻ്റെ ശരീരത്തിൽ ഓരോ സ്റ്റോൺസും ഓരോ കല്ലുകളും വീണുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും പല്ല് കടിച്ച് ആക്രോശിച്ചുകൊണ്ട് അവനെ പുച്ഛിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എന്നിട്ട് പറയുകയാണ്, ഇതാ സ്വർഗം, ഇതാ സ്വർഗം. അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയിട്ട് പറയുന്നു, ഇതാ സ്വർഗം, ഇതാ സ്വർഗം എന്ന് പറയണമെങ്കിൽ അവന്റെ കൺമുമ്പിൽ അവൻ കാണുന്നു, കൈയെത്തുന്ന ദൂരത്ത് ആ സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നു. ഇതാ സ്വർഗം എന്ന് പറയണമെങ്കിൽ സ്തോത്രം, ഇതാ ആ കാർ കിടക്കുന്നു, ഇതാ ആ താക്കോൽ ഇരിക്കുന്നു, ഇതാ ആ പ്ലേറ്റ് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇതാ സ്വർഗം എന്ന് പറയണമെങ്കിൽ സ്വർഗം അവന്റെ അരികിൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന ദൈവപൈതലേ, ഏതൊരു പ്രതികൂലത്തിന്റെ നടുവിലും, ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും, ഏതൊരു കല്ലേറിന്റെ മുൻപിലും, ഏതൊരു രോഗത്തിന്റെ വൈഷമ്യതയുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. അത് സ്തെഫാനോസിന്റെ മുൻപിലും തുറക്കപ്പെട്ടു. എല്ലാവരും പല്ല് കടിച്ച് ആക്രോശിച്ച് പരിഹസിക്കുമ്പോഴും അവൻ പരിശുദ്ധാത്മപൂർണനായി, പരിശുദ്ധാത്മ നിറവിലായി. കരങ്ങളെ ഉയർത്തിച്ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമതായി യേശു കർത്താവ് പ്രാർത്ഥനയിൽ ആരംഭിച്ചു. അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. പക്ഷെ ആ പ്രവൃത്തി ആരംഭിച്ചത് പ്രാർത്ഥനയോടുകൂടെയാണ്. രണ്ടാമതായി യേശു കർത്താവിൻ്റെ പ്രവൃത്തികൾ, താൻ ചെയ്ത മിറക്കിൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ഇതെല്ലാം യേശു എങ്ങും ശക്തി പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല. യേശു എങ്ങും സ്തോത്രം തൻ്റെ മഹത്വം അന്വേഷിച്ചിട്ടില്ല. യേശു തൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്തത് പ്രാർത്ഥനയോടെയാണ്. യേശു പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി, അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 5 അപ്പവും 2 മീനും കരങ്ങളിൽ എടുത്തിട്ട് അഭ്യാസ പ്രകടനങ്ങളൊന്നുമല്ല, ശക്തി പ്രകടനങ്ങളൊന്നുമല്ല. ആ 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ നടുവിലാണ് സർവശക്തനാകുന്ന ദൈവം ഒരു വർധനവിനെ അവിടെ അയച്ചത്. യേശു കർത്താവ് പ്രവർത്തിച്ചതും വർധനവ് വെളിപ്പെട്ടതും പ്രാർത്ഥനയിലാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ, ലാസറിന്റെ ഭവനത്തിൽ യേശു കർത്താവ് വന്നു. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ മാർത്ത യേശുവിനെ സ്വീകരിച്ചു. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എങ്കിലും നീ ഇപ്പോഴും പിതാവിനോട് അപേക്ഷിച്ചാൽ പിതാവ് നിനക്കത് നൽകി തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് മാർത്ത പറയുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറയുകയാണ്, അവനെ വെച്ച സ്ഥലം എവിടെ? ലാസറിന്റെ കല്ലറവാതിക്കലിലേക്ക് യേശു കർത്താവ് കടന്നു പോകുന്നു. കല്ലറവാതിക്കൽ വന്നു നിന്ന യേശു എന്താണ് ചെയ്തത്? നമ്മളെല്ലാവരും കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത് ലാസറേ പുറത്തു വരിക എന്ന ആ കമാൻഡ്മെന്റ്, ആ ശബ്ദം, ആ കൽപ്പന കൊടുത്ത് അധികാരത്തോടെ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവിനെയാണ് നമ്മളവിടെ ശ്രദ്ധിക്കുന്നതെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ടതായ എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം തൻ്റെ പിതാവിൻ്റെ മുഖത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുന്നവരിത് അറിയേണ്ടതിന് അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് യോഹന്നാൻ 11:41 മുതലുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് യേശു കല്ലറയിലേക്ക് നോക്കി ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ചത്.
പലപ്പോഴും കൽപ്പിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൽപ്പിച്ചിട്ട് സംഭവിക്കാതിരിക്കുമ്പോൾ വീണ്ടും അത് സാധ്യമാകാൻ പ്രാർത്ഥിക്കുന്നവരെ നാം കാണാറുണ്ട്. പക്ഷെ യേശു കൽപ്പിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഉപവസിച്ച ആളല്ല, പ്രാർത്ഥിച്ചതല്ല. യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സകല പ്രവൃത്തിയും ചെയ്തത്. യേശു പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, യേശു കർത്താവ് പ്രാർത്ഥനയിൽ ആരംഭിച്ചു. രണ്ട്, യേശു കർത്താവ് പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചു. മൂന്നാമതായി, യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും കഷ്ടതകളെയും പ്രാർത്ഥനയിൽ അഭിമുഖീകരിച്ചു, അല്ലെങ്കിൽ ഫേസ് ചെയ്തു. ഞാൻ എങ്ങനെ ഈ വിഷയത്തെ ഫേസ് ചെയ്യും? ഞാൻ എങ്ങനെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യും? ഇതെങ്ങനെ സാധ്യമായി തീരും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയുക, ദൈവപൈതലേ, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളെയും ഗതശമനകളെയും താൻ പ്രാർത്ഥനയിൽ അഭിമുഖീകരിച്ചു. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ പ്രധാനമായി അതിൻ്റെ 44 മുതൽ വായിക്കട്ടെ. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശു എങ്ങനെ പ്രാർത്ഥിച്ചു? അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥനയുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വേണം പ്രാർത്ഥിക്കുവാനായി. പലപ്പോഴും നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ആൾക്ക് പോലും പ്രാർത്ഥന കഴിഞ്ഞ് അറിയില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധയോടെ സംസാരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. വെയിലാറിയപ്പോൾ യഹോവയാകുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ ആദവും ഹവ്വയും അവൻ്റെ കാലൊച്ച കേട്ടു, അവൻ നടക്കുന്ന ഒച്ച കേട്ടു, അവനോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ ഓടിയെന്നല്ല, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ആ വോക്ക് ചെയ്യുന്ന, ആ നടക്കുന്ന അനുഭവം ഓടിപ്പോകുന്നൊരു പ്രാർത്ഥനയല്ല, ഓടിപ്പോകുമ്പോൾ സംസാരിക്കുന്ന സംസാരമല്ല, ഓടിച്ച് സംസാരിക്കുന്ന സംസാരമല്ല. നടക്കുമ്പോൾ നടന്നു പോകുന്ന ഒരാളിനോട് വർത്താനം പറയുന്നത് എങ്ങനെയാ, അതുപോലെ ശ്രദ്ധയോടെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ശരീരത്തിൽ ഭാരവും വ്യഥയും കഷ്ടതയും ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവം മറ്റാരിലും എനിക്കും നിങ്ങൾക്കും ദർശിക്കാൻ കഴിയില്ല. തൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പ് പോലും ചോരത്തുള്ളികളായി തീരുന്ന മാനവകുലത്തിൻ്റെ സകല ഭാരവും വ്യഥയും ആകുലതയും മുഴുവൻ പാപവും രോഗവും ശാപവും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടി, നിങ്ങളുടെ ദേശത്തിനു വേണ്ടി, നിങ്ങളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ നിലകളിൽ മറ്റുള്ളവരുടെ ഭാരത്തെ, മറ്റുള്ളവരുടെ വേദനകളെ, മറ്റുള്ളവരുടെ വിഷമങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, അവരുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദേശത്തിനു വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7, 8, 9 ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു പ്രാർത്ഥനയെ, ഗതശമനായിൽ യേശു പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയെ വളരെ ആഴമേറിയ ഒരു വെളിപ്പാടായി ചിത്രീകരിക്കുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8, 9 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ
അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഒന്ന് ഓർത്തു നോക്കിയേ, യേശു കർത്താവ് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം ഉയർത്തുന്ന നമ്മുടെ രക്ഷകനായ കർത്താവ് മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടെ ആ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ നിലവിളിക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, മനസ്സു തകർന്നവർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഹൃദയം തകർച്ചയോടെ വേദനയോടെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവനുമായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. പലപ്പോഴും ഈ നിലകളിൽ പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചവരുണ്ട്. അവരിൽ ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ നോക്കി കർത്താവ് ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എൻ്റെ ദൈവം വിടുകയില്ല. ദൈവത്തോട് യാചിക്കുന്നവരെ മനുഷ്യരോട് യാചിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല. കാലം എത്ര കഴിഞ്ഞാലും, സമയങ്ങൾ എത്ര പിന്നിട്ട് പോയാലും, നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക. ഏറെ നാൾ കഴിഞ്ഞാലും അതിരട്ടിയായി നിനക്ക് തിരിച്ച് ലഭിക്കാതിരിക്കത്തില്ലെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അബിയാക്കോറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവ് എന്ന പുരോഹിതനോട് സ്വർഗത്തിലെ ദൈവവും പറഞ്ഞത് മറ്റൊന്നല്ല, സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ആ സമയത്ത് എലിസബത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നിന്ന നീക്കുവാൻ എൻ്റെ ദൈവം എന്നെ കടാക്ഷിച്ചു. സക്രിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായപ്പോൾ എലിസബത്തിന്റെ നിന്നയെ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റി. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ദേശത്തിനു വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ നിന്നയെ നീക്കുവാൻ മതിയായതാണ്. കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു കർത്താവ് സ്വർഗീയ പിതാവ് തന്നെ അയച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ പ്രാർത്ഥനയോടെ തൻ്റെ ഭാരങ്ങളെ, തൻ്റെ വ്യഥകളെ, തൻ്റെ ആകുലതകളെ ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഉറച്ച നിലവിളിയോടെ. ഒന്ന്, യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. രണ്ട്, യേശു കർത്താവ് പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചു. മൂന്നാമതായി, യേശു കർത്താവ് തൻ്റെ വ്യഥകളെ, ഭാരങ്ങളെ, വേദനകളെ പ്രാർത്ഥനയോടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നാലാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂശിതനായി കിടക്കുന്ന നമ്മളുടെ കർത്താവ്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, താൻ ആ ക്രൂശിൽ കണ്ടാൽ ആളറിയില്ല എന്ന് തോന്നുമാറ് വിരൂപനായി കിടക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ പ്രാർത്ഥനയോടെ, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചു. പിതാവ് തന്നെ അയച്ച ദൗത്യത്തെ പൂർത്തീകരിച്ചു. സകലതും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ ആരംഭിച്ചവൻ പ്രാർത്ഥനയോടെ തൻ്റെ ശുശ്രൂഷകളെ അവസാനിപ്പിച്ച് തൻ്റെ ദൗത്യത്തെ നിർവഹിച്ച് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ജീവിക്കുന്ന കർത്താവ് ഇപ്പോഴെന്നാ ചെയ്യുകയാണ്? യേശു ക്രിസ്തു 5-മതായി ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ ആരംഭിച്ചവൻ, പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചവൻ, പ്രാർത്ഥനയിൽ തൻ്റെ വേദനകളെ, വ്യഥകളെ പിതാവിന് കൈമാറിയവൻ, പ്രാർത്ഥിച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചവൻ, ഇന്ന് രാത്രിയിലും യേശു കർത്താവ് പ്രാർത്ഥനയിലാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് മരിച്ച്
ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അവൻ പക്ഷവാതം കഴിക്കുന്നു. ഈ രാത്രിയിലും ഈ നിമിഷവും യേശു പ്രാർത്ഥനയിലാണ്. 1 തിമോത്തിയോസ് 2:5-6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, അത് എല്ലാവർക്കും വേണ്ടി ജീവനെ മറുവിലയായി തന്ന ക്രിസ്തുവേശു തന്നെ. അതെ, യേശു കർത്താവ് ഇപ്പോഴും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ ആരംഭിച്ചവൻ, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചവൻ, പ്രാർത്ഥനയിൽ തൻ്റെ വേദനകളെ പിതാവിന് കൈമാറിയവൻ, പ്രാർത്ഥനയോടെ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൗത്യത്തെ ഭൂമിയിൽ പൂർത്തീകരിച്ച പുത്രൻ, ഇന്ന് രാത്രിയിലും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്ന, ആരാധിക്കുന്ന, സേവിക്കുന്ന, അവൻ അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന വിഷയത്തിന് എത്രയധികം പ്രാധാന്യത ഉണ്ടാകണം. നമ്മൾ എന്തെങ്കിലും മാറ്റിവെക്കുന്നെങ്കിൽ അത് പ്രാർത്ഥന മാത്രമാണ്. നമ്മൾ ആഹാരം കൃത്യമായി കഴിക്കുന്നു, പോകേണ്ടിടത്തൊക്കെ നമ്മൾ പോകുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നാകട്ടെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ഉപവസിക്കുന്നതാണ്, അത് പ്രാർത്ഥിക്കുന്നതാണ്, അത് ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതാണ്. എവിടെയാണോ നിങ്ങളുടെ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത്, നിങ്ങളതായിത്തീരുന്നു. ഏറ്റവും കൂടുതൽ സമയം ഡ്രൈവ് ചെയ്താൽ നിങ്ങൾ നല്ലൊരു ഡ്രൈവറായിത്തീരുന്നു. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ പിയാനോ പ്ലേ ചെയ്താൽ നിങ്ങൾ നല്ലൊരു പിയാനോയിസ്റ്റായി തീരുന്നു. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ബാഡ്മിൻ്റൺ കളിച്ചാൽ നിങ്ങൾ നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയറായി തീരുന്നു. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ നിരതരായിരുന്നാൽ നിങ്ങൾ നല്ലൊരു ദൈവമനുഷ്യനായി തീരുന്നു, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയായി തീരുന്നു. എവിടെയാണോ നിങ്ങളുടെ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത്, അതാണ് നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത്. എല്ലാ രാത്രിയിലും പിതാവിനോട് സംസാരിക്കുന്ന, മുടങ്ങാതെ സംസാരിക്കുന്ന പുത്രനെ അനുഗമിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊന്നും നമുക്ക് പറയാനില്ല പ്രിയപ്പെട്ടവരെ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാം, വിഷമങ്ങൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം, എല്ലാവരും നിങ്ങളെ കൈവിട്ടു പോയെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ക്ലിയർ ആകാത്ത ഒരു പ്രോബ്ലവും നിങ്ങളുടെ ജീവിതത്തിലില്ല. രേഖ തനിക്കെതിരെ എഴുതിയിരിക്കുന്നു തിരിച്ചറിഞ്ഞ ദൈവപുരുഷൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ജെറുസലേമിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞപ്പോൾ അനുകൂലമായ ഒരു മറുപടി സ്വർഗം തനിക്ക് കൊടുത്തെങ്കിൽ, എസ്തേറിന്റെ ഉപവാസത്തിന്റെ മുമ്പിൽ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച എസ്തേറിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ കഴുകുമരത്തെ ദൈവം മാറ്റിമറിച്ചെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസിനെ അഗ്രിപ്പാവ് വിധിച്ച്, റോമിലെ ജയിലിൽ അടയ്ക്കുവാനായി വിധിച്ച്, അവർ ഒന്നിച്ച ഷിപ്പിനകത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അവർക്ക് നേരെ അടിച്ചു. സമ്മതിക്കാത്ത കാറ്റുകൾ അടിച്ചു. അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ ഒടുവിലത്തെ പായിയും പറന്നുപോയി. ആശ മുഴുവൻ അറ്റുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ അവസാനിച്ചു. പക്ഷേ ബൈബിൾ വ്യക്തമാക്കുന്നു, രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ അറ്റുപോയ, പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ആ രാത്രിയിൽ പൗലോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, പൗലോസേ, ഭയപ്പെടേണ്ട, നീയും നിന്നോട് കൂടെയുള്ളവരും സുരക്ഷിതരാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെ ആശയെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പ്രതീക്ഷകളെല്ലാം കൈവിടപ്പെട്ടു പോകുമ്പോൾ, എങ്ങനെ ഈ സാഹചര്യത്തെ, ഈ വിഷയത്തെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന്
ആശങ്കപ്പെടുമ്പോൾ എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത് അനുഭവിച്ചവർക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരുന്ന കർത്തൃദാസനായിരുന്നു ഡോക്ടർ DGS ദിനകരൻ. ഡോക്ടർ DGS ദിനകരൻ അങ്കിളുടെ ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ ഞാൻ വായിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം സിംഗപ്പൂരിൽ ശുശ്രൂഷിക്കാനായിട്ട് ഒരിക്കൽ കടന്നു വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ ഡോക്ടർ DGS ദിനകരൻ അങ്കിളിനെ ആ എയർപോർട്ടിൽ വിളിക്കാൻ വന്നു. വിളിച്ച് തൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ, ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദിനകരൻ അങ്കിളിനോട് ഇങ്ങനെ പറഞ്ഞു, ഇനി അടുത്ത 3 ദിവസങ്ങൾ ഞാൻ അങ്കിളിനെ പിക്ക് ചെയ്യും, കൺവെൻഷൻ ഗ്രൗണ്ടിൽ വിടും, മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഞാനായിരിക്കും കൊണ്ടുപോകുന്നത്. എനിക്കാണ് ആ ചുമതല ദൈവകൃപയാൽ ലഭിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ദിനകരൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ 3 ദിവസം ഞാൻ അങ്കിളുടെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്കിളുടെ ശുശ്രൂഷയിലൂടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, അങ്ങയുടെ പ്രാർത്ഥനയിലൂടെയും വചനകേൾവിയിലൂടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, കർത്താവിനെ അറിഞ്ഞത്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പല നന്മകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷേ പോകുന്നതിന് മുൻപ് എന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ യേശു പറയുകയാണെങ്കിൽ, നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. 1-ാമത്തെ ദിവസം കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് DGS ദിനകരൻ അങ്കിളുമായി പോകുന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിളെ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം എന്നെ കുറിച്ച് സംസാരിച്ചോ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. 2-ാമത്തെ രാത്രിയിലും ഇത് തന്നെ ആവർത്തിച്ചു, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. 3-ാമത്തെ രാത്രിയിൽ, ആ കൺവെൻഷന്റെ കടശി രാത്രി, ഒടുവിലത്തെ രാത്രിയിൽ താൻ ചോദിച്ചു, ഇന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും കർത്താവ് സംസാരിച്ചോ? എന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടോ? താൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ 4-ാമത്തെ ദിവസം DGS ദിനകരൻ അങ്കിളിനെ എയർപോർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിടാനായിട്ട് ഈ മനുഷ്യൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പറഞ്ഞു, അങ്കിൾ ഇന്ന് തിരിച്ചു പോകുകയാണല്ലോ, ഇനി നമ്മൾ തമ്മിൽ ഇതുപോലെ കാണുമെന്ന് അറിയത്തില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് അറിയിപ്പാൻ യേശു താങ്കളെ അറിയിച്ചോ? DGS ദിനകരൻ അങ്കിൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, ഒരു കാര്യം നിന്നോട് അറിയിപ്പാൻ കർത്താവ് എന്നോട് പറഞ്ഞു. വളരെ ആകാംക്ഷയോടെ, വളരെ എക്സൈറ്റഡായി ആ കണ്ണുകളിലേക്ക് ഈ മനുഷ്യൻ നോക്കി. ആ വാഹനം ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഒതുക്കി. എന്നിട്ട് പറഞ്ഞു, എന്താണ് കർത്താവ് അറിയിച്ചത്? ദിനകരൻ അങ്കിൾ പറഞ്ഞു, നിന്റെ പ്രാരംഭകാലത്ത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പൊട്ടിക്കരഞ്ഞതും നിലവിളിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ യേശു എന്നോട് പറഞ്ഞു. എന്നാൽ പല ഭൗതിക നന്മകളും അഭിവൃദ്ധികളും അനുഗ്രഹങ്ങളും ലോകപ്രകാരം പല കാര്യങ്ങളും നീ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമൊക്കെ നിനക്ക് ലഭിച്ചപ്പോൾ നിന്റെ തിരക്കുകൾ വർദ്ധിച്ചു. പലപ്പോഴും നിന്റെ കാറിൻ്റെ ആ സീറ്റിൻ്റെ സൈഡിൽ യേശു വന്നിരുന്നു, പക്ഷേ കർത്താവിനോട് നിനക്ക് പറയാനൊന്നുമില്ലായിരുന്നു, നീ ഫോണിലായിരുന്നു. നിന്റെ ബെഡ്റൂമിൽ പലപ്പോഴും യേശു നിന്നെ സന്ദർശിക്കാൻ വന്നു, നിനക്ക് കർത്താവിനോടൊന്നും പറയാനില്ലായിരുന്നു, നീ കംപ്ലീറ്റ് ടൈം നിന്റെ ഓഫീസ് ലാപ്ടോപ്പിലായിരുന്നു. പലപ്പോഴും യേശുവിന് നിന്നോട് പലതും അറിയിക്കുവാനും നിന്നിൽ നിന്ന് പലതും കേൾക്കുവാനും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം നീ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സാമൂഹിക അകലവും ഈ സോഷ്യൽ ഡിസ്റ്റൻസും ഈ ലോക്ക്ഡൗണും ഈ ജനതാ കർഫ്യൂവും വീട്ടിനകത്ത് കഥകടച്ചിരിക്കണമെന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്നു നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു പിടിക്കാനാണ്, ദൈവത്തോടുള്ള ബന്ധത്തെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യ, നീ ഒന്നുമല്ലെന്നും, നീ എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും, നിന്റെ ടെക്നോളജികൾ എത്ര വലുതാണെങ്കിലും, നീ എത്ര ശക്തനാണെങ്കിലും ദൈവത്തിൻ്റെ മുൻപാകെ നീ ഒന്നുമല്ല എന്നും ദൈവമാണ് സകലത്തിലും അധിപനായിരിക്കുന്നതെന്നും ദൈവം ഈ ഭൂമിയെ തെളിയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഈ ആനുവൽ കൺവെൻഷനിൽ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ കർത്താവ് ഏതു നാഴികയിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകയാൽ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. യേശു കർത്താവ് പ്രാർത്ഥനയിൽ ആരംഭിച്ച്, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച്, പ്രാർത്ഥനയിൽ തൻ്റെ വ്യഥകളെ പിതാവിന് കൈമാറി, പ്രാർത്ഥിച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഇന്ന് രാത്രിയിലും അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുന്നെങ്കിൽ അവൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കട്ടെ.
ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട്, നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യത നമ്മൾ കൊടുക്കുമ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഏറ്റവും ഫലിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും, അവനെ രക്ഷിക്കും. ഇന്ന് രാത്രിയിലും യേശു അത് ചെയ്യട്ടെ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ എന്ത് ഫലിക്കാതെ പോയാലും, എന്ത് ഫെയിലിയർ ആയാലും, യുവർ പ്രേയർ നെവർ ഫെയിൽ. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന ഫലിക്കാതെ പോകുകയില്ല. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഏലിയാവ് എന്ന ദൈവപുരുഷന്റെ രംഗപ്രവേശനം. യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. മാനുഷിക ബുദ്ധിക്കെത്തും പിടിയും കിട്ടാത്ത, നമ്മുടെ ചിന്തകൾക്ക് ഒതുങ്ങാത്ത അതിശക്തമേറിയ ദൈവപ്രവർത്തികൾ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ഭൂമിയിൽ കാഴ്ചവെച്ച ദൈവത്തിന്റെ അഭിഷിക്തനാണ് ഏലിയാവ്. ആ ഏലിയാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് പറയുകയാണ്, ഈ ഏലിയാവ് എനിക്കും നിങ്ങൾക്കും സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എവിടെയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായത്? മറ്റെങ്ങുമല്ല, പ്രാർത്ഥനയിൽ. പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവും ഒന്നും പറയാനില്ലാത്തവനാണ്. തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവാണ്. മറ്റൊരു പാരമ്പര്യവും പറയാനില്ല. എന്നാൽ ഏലിയാവിന്റെ ഉറപ്പെന്നായിരുന്നറിയാമോ? അവൻ ആഹാബിനോട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. എനിക്ക് കുടുംബ പാരമ്പര്യം പറയാനില്ല, എനിക്ക് ഈ ലോകത്തിലെ മറ്റൊരു പുകഴ്ചയും പറയാനില്ല. എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തോടുള്ള ബന്ധമാണ്. എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതേ ഏലിയാവ്, ഇതേ മനുഷ്യൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ആ 18-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള ഭാഗങ്ങളിൽ ഈ ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പശ്ചാത്തലം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ, ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമേ. എലീശ എന്ന് പറയുന്ന മനുഷ്യൻ ഏലിയാവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച മനുഷ്യനാണ്. ഏലിയാവിനെ അനുഗമിച്ച, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീശയിലും പിൽക്കാലത്ത് കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ്. ഒരിക്കൽ വീട്ടുടമക്കാരുത്തിയുടെ പൈതൽ മരിച്ചു പോയപ്പോൾ എലീശയുടെ അടുക്കലേക്ക് ആ സഹോദരി കടന്നു വന്ന, ശൂന്യക്കാരുത്തി സ്ത്രീ കടന്നു വന്ന് പറയുകയാണ്, എൻ്റെ പൈതൽ മരണപ്പെട്ടിരിക്കുന്നു, എൻ്റെ പൈതൽ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ തിരുവെഴുത്തിൽ വ്യക്തമാക്കുകയാണ്, അവളുടെ മടിയിലിരുന്ന മരിച്ചുപോയ കുഞ്ഞിനെ ഈ ദൈവപുരുഷൻ എടുത്ത് തൻ്റെ മാളിക മുറിയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ
കൊണ്ടുപോയി ആ കുഞ്ഞിന് മുകളിൽ വീണ് തഴുകി പ്രാർത്ഥിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ആ സഹോദരിയുടെ ആ സ്ത്രീയുടെ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്നത് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണ്. ഈ ലോകത്തിലെ ആർക്കും ഇനി സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ വിഷയത്തെ പ്രാർത്ഥനാ മനുഷ്യനായ പ്രവാചകനായ ദൈവപുരുഷൻ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ മാളികാമുറിയിലേക്ക്, തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് താൻ ആ കുഞ്ഞിന് വേണ്ടി തഴുകി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ജീവിക്കാത്ത ഒരു പ്രതിസന്ധിയും നിങ്ങൾക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മടങ്ങി വരാത്ത ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടതെല്ലാം ഇനിയുള്ള സമയങ്ങളിൽ ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകണമെങ്കിൽ, സഭയ്ക്കാണെങ്കിലും ആത്മീക ശുശ്രൂഷയിലാണെങ്കിലും സമസ്ത മേഖലകളിലും ഒരു പുനർസ്ഥാപനം ഉണ്ടാകണമെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. മതവും മനുഷ്യനും ഗവൺമെന്റും ലോകവുമെല്ലാം അടിയറവ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ ജീവിപ്പിക്കാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചൈതന്യം വരുത്തുവാനായി കഴിയും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ഈ രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും, അനവധിയായ ദൈവഭൃത്യന്മാരെന്നെ കേൾക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ദേശത്തിന്റെ കാവൽക്കാരാണ്. ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഞാൻ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു. ഞാൻ പല പ്രവാചകന്മാരെ കണ്ടു, പല പ്രസംഗകരെ കണ്ടു, പല എഴുത്തുകാരെ ഞാൻ കണ്ടു, ഒരുപാട് വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരെ ഞാൻ കണ്ടു. പക്ഷെ ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയില്ല. ഞാൻ മുഴുവൻ തിരക്കി. ദൈവം പറയുന്നു, ഞാൻ മുഴുവൻ അന്വേഷിച്ചു. ആരെയാണ് ദൈവം അന്വേഷിച്ചിട്ട് ആരെയും ആരുടെ ഇടയിലും കാണാൻ കഴിയാതെ പോയത്? സ്വർഗത്തിലെ ദൈവം പറയുന്നു, പ്രാർത്ഥനയുടെ മതിൽ കെട്ടി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, എനിക്ക് കാണുവാനായി കഴിഞ്ഞില്ല. ഈ രാത്രിയിലും ദൈവം അന്വേഷിക്കുന്നു. ഈ കൺവെൻഷൻ നടക്കുമ്പോൾ, ഈ ഓൺലൈനിൽ ഈ സർവീസ്, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ, ഇന്ന് രാത്രിയിലും തങ്ങൾ ഏകാഗ്രചിത്തന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ, തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് തൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദേശങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമായ ഭാരതത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചില ശക്തന്മാരെ എൻ്റെ ദൈവം അന്വേഷിക്കുന്നു. ദൈവത്തിന്റെ കണ്ണുകളിൽ അവന് പല പ്രവാചകന്മാരെ കാണാൻ കഴിയുന്നു, പല പ്രസംഗകരെ കാണാൻ കഴിയുന്നു, പല സൂം മീറ്റിംഗുകൾ മാറി മാറി വരുന്നത് കാണാൻ കഴിയുന്നു. പക്ഷേ ദൈവത്തിന് കാണാൻ കഴിയട്ടെ. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, ആരും അറിയുന്നില്ലെങ്കിലും, ആരും കാണുന്നില്ലെങ്കിലും, ആരും പ്രശംസിക്കുന്നില്ലെങ്കിലും, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, പട്ടണത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ. തിരുവെടുത്ത് പറയുകയാണ്, ഞാൻ ഇവരുടെ ഇടയിൽ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദേശം തകർച്ചയിലായിരുന്നപ്പോൾ യെരൂശലേമിന്റെ മതിലുകൾ തകർത്ത് അതിന്റെ വാതിലുകൾ തീ വെച്ച് കത്തിച്ച് നശിപ്പിച്ചിരിക്കുന്ന ആ കേൾവി നെഹമ്യാവിന്റെ കാതിലെത്തിയപ്പോൾ, യെരൂശലേമിന്റെ മതിലുകൾ പണിയുവാൻ, ശത്രു നശിപ്പിച്ച വാതിലുകൾ റീബിൽഡ് ചെയ്യുവാൻ, റിസ്റ്റോർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ പ്രവേശിച്ച ഒരു നെഹമ്യാവിനെ നിങ്ങൾക്ക് കാണാം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന നെഹമ്യ പറയുന്നൊരു വാക്കുണ്ട്, വരുവീൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ റീബിൽഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ സകലത്തെ റിസ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായി ഏൽപ്പിച്ചു കൊടുക്കുക. ശബ്ദമുയർത്തി, കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ ഈ സന്ദേശം എൻ്റെ മുമ്പിൽ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഈ രാത്രി കർത്താവേ,
എൻ്റെ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. മീഖായുടെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. കമാൻഡ് ലെറ്റ് us return to the Lord. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, എന്നാൽ അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും. അവൻ പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ മടങ്ങി വരും. അവൻ നമ്മെ മഴ പോലെ നനയ്ക്കും. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും നടയട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവാണ് നിങ്ങളുടെ മാതൃകയെങ്കിൽ, യേശുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ, യേശുവിനെയാണ് നിങ്ങൾ ഉയർത്തുന്നതെങ്കിൽ, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യനായിരിക്കണം. ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സകലത്തെയും പുനർസ്ഥാപിക്കാൻ കഴിയും. നമ്മുടെ ഭാരതത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി അധരങ്ങൾ തുറന്ന് വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ചില സൗഖ്യങ്ങൾ കർത്താവ് ചില വ്യക്തികളിൽ അയക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാകട്ടെ. ഒരു മനുഷ്യനുമല്ല, ഒരു വ്യക്തിയുമല്ല, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാകുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും അവൻ ഇച്ഛിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ, സകലരും ഈ സത്യം അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ അനുഭവിച്ച യേശുവിനെ, ഞാൻ അറിഞ്ഞ ഈ സത്യത്തെ സകലരും അറിയാൻ, സകലരും അനുഭവിക്കാൻ, ഒരു വിടുതൽ ഉണ്ടാകാൻ, സൗഖ്യമുണ്ടാകാൻ, ദേശം വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിച്ചാട്ടെ. ഈ ഒരു കൺവെൻഷൻ നിമിത്തം, ഈ ഒരു മീറ്റിംഗ് നിമിത്തം എൻ്റെ കർത്താവിന് ഒരു പ്രാർത്ഥന മനുഷ്യനെങ്കിലും ലഭിച്ചാൽ ആ വ്യക്തിയിലൂടെ ദൈവം ചിലത് ആരംഭിക്കും. ഹല്ലേലൂയ, 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 ദൈവസഭയെ, ഇത് നാം ഒന്നിച്ച് കരങ്ങളെ കോർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് തമ്മിൽ പോരടിക്കേണ്ട സമയമല്ല. ഇത് തമ്മിൽ ചെളിവാരി എറിയുന്ന സമയമല്ല. ഇത് തമ്മിൽ നിന്ദിക്കേണ്ട സമയമല്ല. ദൈവത്തിന്റെ ദാസന്മാരും ദൈവസഭകളും ദൈവത്തിന്റെ മക്കളെല്ലാം ഒന്നു ചേർന്ന് ഒരുമനപ്പെട്ട് കരങ്ങളെ കോർക്കേണ്ട ഒരു സാഹചര്യമാണ്. മനുഷ്യന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് സകലതും കൈവിട്ടു പോകുമ്പോൾ, നിയന്ത്രണാതീതമാകുമ്പോൾ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന സകലത്തെയും നിയന്ത്രിക്കും. നിങ്ങൾക്കറിയുമോ, യുവർ പ്രേയർ റൂം ഈസ് യുവർ കൺട്രോൾ റൂം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറി സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു കൺട്രോൾ പാനലാണ്, ഒരു കൺട്രോൾ റൂമാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അധരങ്ങളെ തുറന്ന് കർത്താവിന്റെ മുഖത്തേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. യെശയ്യാ 59:1 പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. യിരെമ്യാവിന്റെ പ്രവചനം 33:3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ലൂക്കോസ് സുവിശേഷം 18:7-8 വായിക്കുന്നു, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും.
ഇന്ന് രാത്രി കർത്താവേ, ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് എൻ്റെ ദേശത്തിൽ ഒരുപാട് പേർ രക്ഷിക്കപ്പെടാനുണ്ട്, ഒരുപാട് പേർ യേശുവിനെ അറിയാനുണ്ട്, ഒരുപാട് പേർ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനുണ്ട്. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാരതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കായി, സ്റ്റേറ്റുകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. നോർത്ത് ഇന്ത്യയിലെ ഓരോ ഭാഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ഡിസ്ട്രിക്റ്റുകൾക്കായി, ഓരോ സ്റ്റേറ്റുകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതരങ്ങൾ തുറന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പാർക്കുന്ന എൻ്റെ രാജ്യത്തിനായി. നിങ്ങൾ ഏത് രാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്നെ കേൾക്കുന്നത്? ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും എൻ്റെ ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സകലത്തെ സാധ്യമാക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവർ ദൈവസഭയെ പണിതുയർത്തട്ടെ. പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആരംഭിച്ച, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച, പ്രാർത്ഥനയിൽ വിഷയങ്ങളെ അഭിമുഖീകരിച്ച, പ്രാർത്ഥനയുടെ ആത്മാവിനെ പിതാവിന്റെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിച്ച, ഇന്ന് രാത്രിയിലും പിതാവിന്റെ വലത്ത് ഭാഗത്ത് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവന്റെ കുഞ്ഞുങ്ങൾ അധരങ്ങളെ തുറന്നിന്ന് രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. നിന്റെ അധരത്തെ പരിഹസിക്കുവാനല്ല പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത്രേ. തിരുവെഴുത്ത് പറയുന്നു, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരെ താങ്ങുന്നതായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നതായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രാർത്ഥനയുടെ മതിൽ കെട്ടപ്പെടട്ടെ. പൈശാചിക ശക്തികളുടെ പോക്കുവരവുകൾ പട്ടണത്തിൽ അവസാനിക്കപ്പെടട്ടെ. നിന്റെ ഭവനത്തിൽ അവസാനിക്കപ്പെടട്ടെ. പ്രാർത്ഥനയുടെ മതിലുകൾ തീർക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാ. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ബൈബിൾ പറയുന്നു, സമശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സമശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവസഭയെ ഉണരുക, പ്രാർത്ഥനയ്ക്കായി ഉണരുക, പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കുക, പ്രാർത്ഥനയിൽ കൈകോർക്കുക, പ്രാർത്ഥനയിൽ ഒരുമനപ്പെടുക. ഹല്ലേലൂയ. ദേശത്തിനായി, സഭകൾക്കായി, കുടുംബങ്ങൾക്കായി വെളിപ്പെടുവാൻ പോകുന്ന വലിയൊരു ഉണർവിനായി, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനായി നമ്മെ ഒരുക്കുവാൻ നിങ്ങളുടെ കർത്താവ് ഏത് നാഴികയിൽ വരുന്നു, മനുഷ്യപുത്രൻ ഏത് നാഴികയിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ എന്നരുളി ചെയ്തതുപോലെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാട്ടെ. ശബ്ദമുയർത്തി. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. യേശുവേ, രോഗികളായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സൗഖ്യദായകനായ യേശുവേ, നീ അവരെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ അവരെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന എബേസ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അതിരുകളെ വിശാലമാക്കി
അവനെ മാന്യനാക്കി തീർത്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളെയും സ്പർശിക്കുവാനിടയാകും. യേശുവേ, എൻ്റെ ആത്മാവിലേക്ക് കടന്നു വരണമേ. അങ്ങെനിക്കായി ഒരുക്കുന്ന നിത്യതയ്ക്കായി സ്തോത്രം. ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ, ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ കർത്താവേ. എൻ്റെ ആത്മാവിലേക്ക് കടന്നു വരണം യേശുവേ. ഈ രാത്രിയിൽ അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപങ്ങളെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ അങ്ങയ്ക്കായി തുറന്നു തരുന്നു. അങ്ങൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയ്ക്കായി ജീവിപ്പാൻ എന്നെ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ വരവിനായി ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെ നിങ്ങൾ കാണിച്ച മനസ്സിനെ അഭിനന്ദിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കായിട്ട് ദയവായിട്ട് പ്രാർത്ഥിച്ചാലും കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.